ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശുംഭരൻ. ഇന്ത്യയുടെ 5 അർദ്ധചാലക പ്ലാന്റുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉടൻ സ്ഥാപിക്കുമെന്നും മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പുകൾ ലോകത്തുടനീളം ലഭ്യമാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൌടില്യ സാമ്പത്തിക സമ്മേളനത്തിന്റെ 3ാം പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിഷ്കരണം, പ്രകടനം, പരിവർത്തനം എന്നിവയാണ് കേന്ദ്ര സർക്കാരിന്റെ നയമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 140 കോടി ഇന്ത്യക്കാരുടെ ആത്മവിശ്വാസമാണ് സർക്കാരിന്റെ ശക്തിയെന്നും രാഷ്ട്ര പുരോഗതിക്കായി കൂടുതൽ ഘടനാപരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്രയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 18ാം ഗഡു വിതരണോദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. രാജ്യത്തുടനീളമുള്ള 9.4 കോടി കർഷകർക്ക് 20,000 കോടിയിലധികം രൂപയാണ് ലഭിക്കുക. കാർഷിക മൃഗസംരക്ഷണ മേഖലകളുമായി ബന്ധപ്പെട്ട 23,300 കോടി രൂപയുടെ വിവിധ സംരംഭങ്ങൾക്കും ശ്രീ മോദി വാഷിമിൽ തുടക്കം കുറിക്കും. ഠാണയിൽ 32,800 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ഹരിയാനയിലെ 90-അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ നടക്കും. ഒറ്റഘട്ടമായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ 1031 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന പോളിംഗ് വൈകിട്ട് 6-ന് അവസാനിക്കും. 2 കോടിയിലേറെ വോട്ടർമാരാണ് ഹരിയാനയിൽ നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഈ മാസം 8-നാണ് ജമ്മുകശ്മീർ, ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ഫലപ്രഖ്യാപനം. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിന് മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി. ടെഹ്റാനിലെ പള്ളിയിൽ 10,000-കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2020-ന് ശേഷം ഇതാദ്യമായാണ് ഖമേനി ഇത്തരത്തിലൊരു പൊതുപ്രഭാഷണം നടത്തുന്നത്. അതേസമയം ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേലും വ്യക്തമാക്കി. ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് കോഓപ്പറേഷൻ സംഘടന നേതൃതല യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 15, 16 തീയതികളിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരി കഴിഞ്ഞ വർഷം SCO വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തിയിരുന്നു. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. വയനാട് ദുരന്തത്തിലും കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിലും മരിച്ചവർക്ക് നിയമസഭ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മഹാദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദുരന്തത്തെ അതിജീവിച്ചവർക്ക് മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ ജീവിതം നൽകാനുള്ള പരിശ്രമത്തിലാണ് സർക്കാരെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വയനാട് ദുരന്തബാധിതർക്കായി സുരക്ഷിതമായ ടൌൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും വിലങ്ങാട് ദുരന്തബാധിതരുടെ സമഗ്ര പുനരധിവാസം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. കേരള ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ചരമോപചാരം അർപ്പിച്ച ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ തിങ്കളാഴ്ച വീണ്ടും ചേരും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ന്യൂസിലൻഡ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. അതേസമയം ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ 10 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വിൻഡീസ് ഉയർത്തിയ 118 റൺസ് പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 17.5 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടമാകാതെ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. അരനൂറ്റാണ്ടിലധികം കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ധീര സൈനികൻ തോമസ് ചെറിയാന് ജന്മനാട്ടിൽ അന്ത്യവിശ്രമം. സംസ്കാര ചടങ്ങുകൾ സൈനിക ബഹുമതികളോടെ ഇന്ന് ഉച്ചതിരിഞ്ഞ് പത്തനംതിട്ട ഇലന്തൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്നു. കേരള സർക്കാരിനായി മന്ത്രി വീണ ജോർജ് അന്തിമോപചാരം അർപ്പിച്ചു. ചലച്ചിത്ര നടൻ മോഹൻരാജിന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. ഭൌതിക ശരീരം തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ മോഹൻരാജിന് അന്ത്യോപചാരം അർപ്പിച്ചു. മോഹൻലാൽ നായകനായ കിരീടം എന്ന സിനിമയിലെ കിരിക്കടൻ ജോസ് എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ മോഹൻരാജ് ഇന്നലെയാണ് അന്തരിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.